നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കർണാടക സംഗീതത്തിൽ ആരംഭിച്ച് ഹിന്ദുസ്ഥാനിയുടെ അനന്യമായിട്ടുള്ള ഭാവതലങ്ങൾ മലയാളിക്ക് പകർന്നു കൊടുത്ത മഹാനായ ഒരു സംഗീതജ്ഞനെയാണ് നമ്മളിന്ന് അതിഥിയായി ഇവിടെ എത്തുന്നത്. സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ രമേശ് നാരായണൻ, ഒപ്പം അദ്ദേഹത്തിൻ്റെ മകളും സംസ്ഥാന അവാർഡ് ജേതാവുമായ മധുശ്രീ, ഇരുവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. പണ്ഡിറ്റ് രമേശ് നാരായണൻ, മധുശ്രീ, രണ്ട് അവാർഡ് ജേതാക്കൾക്ക് JB ജംഗ്ഷൻ്റെ ഫ്ലോറിലേക്ക് സ്വാഗതം. ഒരു വീട്ടിലേക്ക് രണ്ട് അവാർഡുകൾ ഒരുമിച്ച് കയറിയപ്പോഴായിരിക്കുമല്ലേ ഒരേ സമയത്ത് വന്നിങ്ങനെ കയറുക എന്ന് പറയുന്നത്? അച്ഛനും മകൾക്കും ആർക്കാണ് ഗർവ് കൂടുതൽ? അച്ഛനാണോ മകൾക്കാണോ ഉള്ളത്? അല്ല, ഗർവ് ഇപ്പോഴ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗർഭുണ്ടോടി, ചെറുതായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. രമേശ് നാരായണൻ എന്തായാലും കുറേ കാലം ഈ രംഗത്തിങ്ങനെ ആരോ പറഞ്ഞ പോലെ വിലസിന്ന് ഞാൻ പറയില്ല, ക്ഷീണം എന്നിച്ച് അതിൻ്റെ എല്ലാ കാഠിന്യങ്ങളും പേറിയിട്ടാണ് അദ്ദേഹം ഈ അവാർഡിന് പാത്രമായിരിക്കുന്നത്. പക്ഷേ മധുശ്രീ അങ്ങനെയല്ല. മധുശ്രീ തുടങ്ങി നോക്ക്, രമേശ് നാരായണൻ പുതുതലമുറ ആൾക്കാർ വിജയം കൊയ്യുന്നത് എത്ര അനായാസനെയാണ് തോന്നുന്നത്. ശരിയാണത്, വളരെ വളരെ ശരിയാണ് പറഞ്ഞത്. അവർക്ക് കൂടുതൽ സന്ദർഭങ്ങളുണ്ട്. നിന്റെ വിജയത്തെ ഞങ്ങൾ കുറഞ്ഞു കാണുന്നതല്ല കേട്ടോ. അല്ല, കുറേ ഇഷ്ടംപോലെ പാടാനും നമുക്കൊക്കെ. ഞാൻ പറഞ്ഞില്ല, പഠിക്കാൻ ഞാൻ 80കളിൽ ഞാൻ പൂനെയിലേക്ക് പോവുക. അത് എന്തിനാണ് പോയത് എനിക്ക് തന്നെ അറിയത്തില്ല. സംഗീതം പഠിക്കാൻ, സിത്താർ പഠിക്കുക. എടാ വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ വിളിക്കുക, രാംദാസ് പൂനെയിലുണ്ടായിരുന്നു, മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം തബല വായിക്കും. എടാ എനിക്ക് തബല വായിക്കാൻ ഒരാളെ കിട്ടുന്നില്ല കൂടെ സിത്താർ വായിക്കാൻ. എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ് വേണ്ട തബല വായിക്കാൻ വേണ്ടി. നിങ്ങൾ പാട്ട് പാടണം. ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് BA മ്യൂസിക് കഴിഞ്ഞ് ഞാൻ മദ്രാസിലേക്ക് താമസം മാറി. പക്ഷേ രമേശ് കുമാർ എന്നുള്ള ഒരാളെ പറ്റി പിന്നെ യാതൊരു ന്യൂസും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷം, ഒരു 1989 90 എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ദൂരദർശന് വേണ്ടി ഒരു ഗാനം പാടാൻ ഞാൻ മദ്രാസിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ഒരു സിത്താറും ഒക്കെ പിടിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ അന്തം വിട്ടത്, രമേശേ നീ ഇവിടെ? അപ്പോഴാണ് നീ എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പൂനെയിലായിരുന്നു. പൂനെയിൽ ചേട്ടൻ്റെ കൂടെ ഹിന്ദുസ്ഥാനി പഠിക്കാനുള്ളൊരു ഇതിൽ ചേട്ടൻ്റെ ഒരു സഹായത്തോടു കൂടി അവിടെ പോയെന്നും അവിടുത്തെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ നീ അന്ന് എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷനിൽ താമസിച്ചിരുന്നു എന്നും 10 കിലോമീറ്ററോളം സൈക്കിൾ ഓടിച്ചിട്ടാണ് നീ പാട്ട് പഠിക്കാൻ ഓരോ സ്ഥലത്തും പോയിരുന്നു എന്നുള്ളതൊക്കെ പലർക്കും ആ കാര്യം അറിയുമായിരിക്കില്ല. ആ കാര്യം എനിക്ക് പോലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കഥകൾ എന്താണെന്നുള്ളത് അറിയില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് രമേശ് കുമാർ എന്നുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ രമേശ് നാരായണൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. രമേശ് കുമാർ രമേശ് നാരായണൻ താങ്കൾ? അതെ, രമേശ് കുമാർ ആയിരുന്നു ആദ്യം. കുമാരൻ പിന്നീട് എപ്പോഴാണ് വാല് മുറിഞ്ഞു പോയത്? എപ്പോഴാണ് വാല് മുറിഞ്ഞത്? പൂനെ വെച്ച് അവർ മുറിച്ചു. സത്യത്തിൽ വാല് മുറിഞ്ഞതല്ല, വാല് ആഡ് ചെയ്തത്. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് ആഡ് ചെയ്തതാണ്. നാരായണ ഭാഗവതർ 2 കൈ കൊണ്ടും അപാരമായിട്ട് പാടിയിരുന്ന വലിയൊരു മനുഷ്യൻ, സംഗീതജ്ഞനായിരുന്നു അച്ഛൻ. അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛനും ദാസേട്ടൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പല വേദികളിലും പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലങ്ങളൊക്കെ അവർ തമ്മിലുണ്ടായിരുന്നു. അത് അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അച്ഛൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ വേറെ ഫീൽഡിലേക്ക് മാറി വന്നതാണ്. അപ്പോൾ ചേട്ടൻ വിളിച്ചു, താങ്കൾ പുണയിലേക്ക് പോയി. അപ്പോൾ രമേശ് കുമാർ, രമേശ് നാരായണൻ, പിന്നെ രമേശ് നാരായണൻ മാത്രമല്ല പണ്ഡിറ്റ് രമേശ് നാരായണൻ, ഈ ഒരു പരിണാമം, രൂപപരിണാമം ഈ ഡാർവിൻ്റെയൊക്കെ പരിണാമ സിദ്ധാന്തത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള അല്ല, സംഗീത സാധനയാണ് മെയിനായിട്ട്. നമ്മുടെ സംഗീതത്തെ അഗാധമായിട്ട് ഇങ്ങനെ സാധകം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളാണത്. ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഗുരുജിയാണ് ഒരു സുപ്രഭാതത്തിൽ എന്നെ സ്റ്റേജിൽ വെച്ചത്. ദിസ് ഈസ് പണ്ഡിറ്റ് രമേശ് നാരായൺ സിറ്റിംഗ് ബിഹൈൻഡ് മീ, ഹി ഈസ് മൈ ഡിസൈപ്പിൾ. ഹി ഈസ് ദ ഫസ്റ്റ് വൺ ടു അഡ്രസ് യു, പണ്ഡിറ്റ് രമേശ് നാരായൺ. വരട്ടെ ഗുരുജി. He spread Hindustani music, Hindustani Sangeet, very big line of music. One is Carnatic and the other is North Indian music, Hindustani music. So he is the one who make the audience, and whenever he sings, there's full of audience. Previous I used to go in Kerala. There was audience, but not much. Now he is getting thousands and thousands. This is his
contribution towards Indian classical music. വലിയൊരു അനുഗ്രഹമാണ് രമേശ് നാരായണൻ. അതായത് ഈ പറഞ്ഞ ഗുരുജിയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനും, ഏത് ഗുരുവും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ശിഷ്യൻ ഇങ്ങനെ ആകണമെന്ന്. പക്ഷേ ഒരു ശിഷ്യൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹവും അതായിരിക്കും ഗുരു രണ്ട് വാചകം പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ താങ്കളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടി ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുവായ പൂജ്യ ഗുരുവായ പത്മവിഭൂഷൺ സംഗീത് മാർത്താണ്ഡ് പണ്ഡിറ്റ് ജസ്രാജ് ജി, അദ്ദേഹത്തിന് പാട്ടിനോടൊരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തൊരു സിംഗറായിരുന്നു ബേഗം അക്തർ സാഹിബ. ഗസൽസിൻ്റെ ക്യൂൺ ഓഫ് ഗസൽസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നവരെ. ബേഗം അക്തർ സാഹിബയുടെ ഒരു ഗസൽ ഞാൻ ബ്രിട്ടാസ് സാറിന് വേണ്ടിയും അച്ഛനും അപ്പൂനും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഗസലാണ്. അത് ഞാൻ ഒരു 4 വരി പാടാം. कुछ तो दुनिया की इनायत ने दिल तोड़ दिया, कुछ तो दुनिया की इनायत ने दिल तोड़ दिया, और कुछ तलखे हालात ने दिल तोड़ दिया, हाँ कुछ तो दुनिया की है. ഗംഭീരമായിരിക്കും. രമേശ് നാരായണൻ്റെ ആരോ ആണിത്. എൻ്റെ മോള് തന്നെ മൂത്ത മകള് മധുമതി. എന്താ ഇവൾക്കൊരു അവാർഡ് മേടിച്ചു കൊടുക്കണേ? അയ്യോ മേടിച്ചു കൊടുക്ക, അവള് പാടിയൊക്കെ ഉണ്ടാവട്ടെ. അവാർഡൊക്കെ കിട്ടുന്നത് യാദൃച്ഛികമായിട്ട് നമുക്ക് വന്നു ചേരുന്നതാണ്. ഒരിക്കലും നമ്മൾ തീരുമാനിക്കുന്നോ അല്ലെങ്കിൽ അവാർഡ് കിട്ടുമെന്നോ നമ്മളൊരു പാട്ട് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് അവാർഡ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. മോൾക്ക് ഇപ്പോഴും അവാർഡ് കിട്ടിയ പാട്ട് ഞാൻ 5 വർഷം മുന്നേ ഉണ്ടാകുന്ന പാട്ടാണ്. 5 വർഷം മുന്നേ 5 വർഷം മുന്നേ ലെനിൻ സാറിന്റെ ശബ്ദം മാറി ഇടവപ്പാതിയിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ശബ്ദം മാറുന്നു, പിന്നെ ഒന്നുകൂടെ പാടിക്കുന്നു. സത്യത്തിൽ ഈ പാട്ട് സിനിമയിൽ എടുത്തിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ പടം പോയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അവാർഡിന് പോയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഈ പാട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്ത വേർഷൻ ആണോ കൊടുത്തതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ മറന്നിരിക്കുകയാണ് ശരിക്കും. ഈ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ നോക്കുന്നത്. ഇത് ഒറിജിനൽ വേർഷൻ ആണോ കൊടുത്തത്, അല്ലെങ്കിൽ കാര്യം പടം ആയിട്ടില്ല മുഴുവനായിട്ട്. അതിൽ ഈ ധൃതിപ്പെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെനിൻ സാർ ഇങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ട്. ഇത് നടക്കണില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് എനിക്ക് അപ്പോൾ അത് ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം കുറേ വർഷങ്ങളായിട്ട് ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക ഒരു പടത്തിൻ്റെ. അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു തുടങ്ങിയപ്പോൾ? 12 വയസ്സാണ്. 12 വയസ്സിൽ തുടങ്ങിയ സംഗീത സബരിയ 17 വയസ്സിലെത്തിയപ്പോൾ അല്ലേ അവാർഡായിട്ട് മാറി. വൈക്കെടുക്ക് മധുശ്രീ. പശ്യതി ദിശി ദിശി രഹസി ഭവന്തം ത്വദധര മധുര മധുനി പിബന്തം നാഥ രേ ജഗന്നാഥ രേ സീദതി രാധാ വാസഗൃഹേ പശ്യതി ദിശി ദിശി രഹസി ഭവന്തം. ഞാൻ പറഞ്ഞു വന്ന് ശ്രീ രമേശ് നാരായണൻ, അതായത് 2 മണിമുത്തുകൾ പോലുള്ള 2 രാഗങ്ങളാണല്ലേ കൂടെ ഉള്ളത് അല്ലേ? മധുവന്തി ആൻഡ് മധുശ്രീ. താങ്കൾ ഹിന്ദുസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവര് യഥാർത്ഥത്തിൽ. നേരത്തെ തീരുമാനിച്ചിരുന്നോ? വേറെ എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു, വേറെ പേരുകൾ എന്തൊക്കെയോ. മധുവന്തി എന്ന് പേര് മനസ്സിൽ വന്നിട്ടില്ല. പേര് വിളിക്കുന്നതിനും ആർക്കും അറിയത്തില്ല. ഹേമയ്ക്ക് പോലും അറിയില്ല എന്താണ് വിളിക്കുന്നത്. ഒരു വേറെ എന്തൊക്കെയോ മനസ്സിലാലോചിച്ച് പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യാം. ആകെ ടെൻഷനാണല്ലോ ഈ പേര് വിളിക്കാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ മധുവന്തി
അപ്പോഴാണ് മധുവന്ത്യോ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇത്. ഹേമയുടെ അച്ഛൻ ചോദിച്ചു മധുവന്ത്യ, കണ്ണൂരല്ലേ, മധുവന്തിയ കണ്ണൂർ. പക്ഷേ ആ മധുവന്തി തന്നെ, അങ്ങനെ മധുവന്തി. ഈവനിങ് രാഗയാണ്, ദേവിയുടെ പേരാണത്, പര്യായമാണ് മധുവന്തി. അത് കഴിഞ്ഞ് പിന്നെ മധുശ്രീയിലേക്ക് എത്താൻ പിന്നെ അധികം വിഷമമുണ്ടായി. ഒരു സ്വരം ചെറുതാണ്, അപ്പോൾ അത് മനസ്സിൽ വന്നപ്പോൾ ഒന്ന് ചെറുത് തന്നെയാന്നല്ല, ഇവളല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ മൂത്തവള് പ്രശ്നം ഉണ്ടാക്കില്ല, അവൾ ക്വയറ്റാണ്, അവർക്ക് വേറെ. അവളാണ് ഈ കൂട്ടത്തിൽ സാധു. ആ അവള് കുഴപ്പമില്ല, ഇവള് ഭയങ്കര, അവള് സാധുവാണല്ലോ. ഇവള് പ്രശ്നമാണ് കേട്ടോ, പ്രശ്നക്കാരിയാണ്. പക്ഷേ എനിക്ക് ഇവളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. എന്താ കാരണം അറിയാം, പൊതുവേ സംഗീത സംവിധായകന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര മറക്കട മുഷ്ടിക്കാരാണ്. രണ്ടൊരു അച്ഛൻ സംഗീത സംവിധാനമായി കഴിഞ്ഞാൽ എന്തായിരിക്കും മകളുടെ അവസ്ഥ? കട്ടപ്പുകയായിരിക്കും. എന്തെല്ലാം പീഡന പർവ്വത്തിലൂടെ ആയിരിക്കും ഈ കുട്ടി കടന്നു പോയിട്ടുണ്ടാവും. ശരിയാ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും റെക്കോർഡിങ്ങിന് ഇരിക്കുമ്പോൾ സംഗതി വരത്തില്ല. അപ്പൊ എന്റെ രൂപം അറിയാലോ, സാധാരണ കുട്ടികളോട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹാർഷായിട്ട് ഇവിടെ പറയും, സ്വാഭാവികമല്ലേ. അപ്പോൾ പക്ഷിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടോ? വാക്കൗട്ട് ചെയ്തോടി അസംബ്ലിയിലൊക്കെ ആൾക്കാർ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഒക്കെ അവിടെ പ്രശ്നമാകും. അപ്പൊ താങ്കളുടെ ഇപ്പൊ നമ്മുടെ കൃഷ്ണേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താങ്കളെ ഒരു സിത്താറുമായിട്ട് കണ്ടപ്പോൾ അന്നേരമാണ് എവിടെ പോയിരുന്നു എന്നുള്ള കാര്യം പോലും ആൾക്കാർക്ക് മനസ്സിലായത്. ശരിയാണ് കേട്ടോ, അത് കൃഷ്ണേന്ദ്രൻ പറഞ്ഞ. കൃഷ്ണേന്ദ്രനെ പറ്റി പറയുമ്പോഴേ കൃഷ്ണചന്ദ്രനാണ്, കൃഷ്ണചന്ദ്രനും ഭാവനയും, നമ്മുടെ ഭാവന രാധാകൃഷ്ണൻ, അവരാണ് ആദ്യമായിട്ട് എൻ്റെ സോങ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സിംഗർ, ഒരു മ്യൂസിക് കമ്പോസർ, ഞാൻ ഫസ്റ്റ് സിംഗർ കൃഷ്ണചന്ദ്രനും ഭാവനയാണ്. വരട്ടെ, ഞാനത് കൊണ്ടുവന്നില്ലെന്ന്, അവരെ കൊണ്ടുവന്നില്ലെന്ന് പരാതി പാടില്ല. രമേഷിൻ്റേത് ഒരു സംഗീത കുടുംബമാണ്, വൈഫും മക്കളും ഒക്കെ പാടുന്നവരാണ്. ചെറിയ മോൾക്കാണെങ്കിൽ ഇപ്പോൾ മധുശ്രീക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. എന്തുകൊണ്ടും വളരെ സംഗീതത്തിൽ ധന്യമായ ഒരു കുടുംബം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് രമേഷ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഹിന്ദുസ്ഥാനി സംഗീതം. നമ്മുടെ കാലത്തൊന്നും, നമ്മുടെ കുട്ടിക്കാലത്തൊന്നും കേരളത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നാറുണ്ട്, എങ്ങനെയാണ് രമേഷിന് ഇങ്ങനെ ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ് തൻ്റെ തട്ടകം എന്ന് തിരിച്ചറിയാനും, കർണാടക സംഗീതം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയിൽ നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ഒരു കാൽവെപ്പ്, എങ്ങനെയാണ് അതിനുള്ള ഒരു പ്രചോദനം കിട്ടിയത്? താങ്കൾക്ക് വേണ്ട 2 പേരെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇവർ 2 പേരാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ട്യൂണ് തൃശ്ശൂർ ആകാശവാണിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. കാര്യം ഞങ്ങളെല്ലാവരും ഒരേ കോളേജിൽ പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന സമയത്ത് ശശി മാസ്റ്റർ ചെയ്തൊരു സോങ്. വരട്ടെ, ഞാൻ പറഞ്ഞുതരാം. 1977 പാലക്കാട് ചിറ്റൂർ കോളേജിൽ ഞാൻ BA 1ാം വർഷം പഠിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രിക്ക് ചേർന്നത് കൂത്തുപറമ്പുകാരനായ ഒരു പയ്യൻ, രമേഷ് കുമാർ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിച്ചേരുന്നത്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറയുന്നത് കേട്ടു, ഈ പയ്യൻ നന്നായി ഗിറ്റാർ വായിക്കും, നന്നായി പാടും എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രമേഷ് കുമാർ ഒരു സംഗീത സംവിധായകനായിട്ട് ഫ്യൂച്ചറിൽ വരും എന്നുള്ള കാര്യം അന്ന് നമുക്ക് ആർക്കും അറിയില്ല. രമേഷ് പോലും വിചാരിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി നമ്മളെല്ലാം കൂടി ഒരു യുവവാണി പ്രോഗ്രാം ചെയ്തത്. അന്ന് ഭാവനയും ഞാനും പാടുന്നതായിട്ടുള്ള ഡുവറ്റ് സോങ് നമ്മുടെ ഇന്ന് നമ്മളെല്ലാം വിട്ടുപോയ നമ്മുടെ പ്രൊഫസറായിരുന്ന, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്ന ശശി സാറ്, TV ശശി സാർ എഴുതിയ മകരമഞ്ജീരങ്ങൾ എവിടെ എന്നുള്ള ഗാനം, അത് വളരെ ചേഞ്ച് ഉള്ളൊരു ട്യൂണായിരുന്നു. അന്ന് സത്യത്തിൽ പറയുകയാണെങ്കിൽ രമേശ് ഒരു സാധാരണ അന്നത്തെ ഒരു കൺവെൻഷനൽ ട്യൂണിൽ നിന്ന് വിട്ടിട്ടാണ് രമേശ് അന്ന് മ്യൂസിക് ചെയ്തത്. രമേഷിന് ഓർമ്മയുണ്ടോ രമേഷിൻ്റെ ആദ്യകാലത്ത് ചെയ്ത ആ മകരമഞ്ജീരങ്ങൾ എവിടെ എന്നുള്ള ഗാനം? ഓർമ്മയുണ്ടെങ്കിൽ അത് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പാടൂ. മകരമഞ്ജീരങ്ങളെവിടെ, നിന്റെ മദനാംഗരാഗങ്ങളെവിടെ, ഹൃദയേശ്വരീത ഗോവർദ്ധനത്തിൽ കേളി കൗമുദി ഉദിച്ചു, കേളി കൗമുദി ഉദിച്ചു എന്നൊരു ട്യൂണാണത്. എന്തായാലും ഇവരുടെയൊക്കെ മനസ്സിൽ രമേഷ് നാരായണൻ നിങ്ങൾ പച്ച പിടിച്ച് കിടക്കുകയാണ്. എത്രയോ വർഷങ്ങളായി
അതെ അതെ അതെ. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് കൃഷ്ണേന്ദ്രനേക്കാളും പ്രായം രമേശ് നാരായണ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പയ്യനാന്നുള്ള കാര്യം എനിക്ക് അല്ലേ മധുശ്രീ? എന്തായാലും താങ്കളെ വീണ്ടും താങ്കളുടെ ഹിന്ദുസ്ഥാനി ലോകത്തിലേക്ക് ഞാൻ തിരിച്ച് നടത്തിക്കട്ടെ. വരട്ടെ ഒന്ന് രണ്ട് പേര്. रमेश भाई एक ऐसी शख्सियत हैं कि जिनके बारे में जितना कहे उतना कम है. उनका हमेशा से जो संगीत के लिए जो योगदान रहा है, जो आज तक उन्होंने जो संगीत के लिए किया है, वो काबिल तारीफ़ है. और मुझे याद है कि जब उन्होंने आज से 10-12 साल पहले जब मुझे फ़ोन किया तो मुझे उन्होंने बुलाया कि मुझे कहने लगे कि आप मेरे साथ बजाएंगे. मैंने कहा कि ठीक है. तो जब मैं उनके साथ में संगत करने के लिए जब मैं वहाँ पहुँचा और स्टेज पे जब मैंने उनको पहली बार जब मैंने सुना तो यकीन मानिए मुझे ऐसा एक पल आंख बंद करके जब मैंने ऐसा लगता था कि जैसे पंडित जी स्वयं उनकी एक छवि नज़र आ रही हो. तो ये बड़ी ही मतलब एक काबिल तारीफ़ है. उनके गुरु के प्रति जो उनका लगाव है वो उनकी म्यूज़िक में, वो उनकी साधना में वो दिखाई देता है. ഒരുപാട് ഫാൻസ് താങ്കൾക്ക് പാടെ ഉണ്ട് ദിൽഷാദ് ഖാൻ, ഉസ്താദ് ദിൽഷാദ് ഖാൻ. മൂപ്പർ നിങ്ങളെ കൊണ്ട് ഒരു ഗസൽ പാടിക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പരദേശി 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 പറവയെപ്പോലെ ഒരിക്കൽ കൂടി വരുമോ നീ, പതിവ് പോലെ പകരം വീട്ടാൻ ഒരിക്കൽ കൂടി വരുമോ നീ, പരദേശി പരദേശി. പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടി വരുമോ നീ, പതിവ് പോലെ പകരം വീട്ടാൻ ഒരിക്കൽ കൂടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. ദിസ് ഈസ് ഗസൽ. വാട്ട് ഈസ് മലയാളത്തിൽ ഗസൽ രൂപത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഗസലാണിത്. എൻ്റെ ആൽബത്തിൽ ഉള്ളതാണ്. ഈ ആൽബത്തിൽ സാരംഗി വായിച്ചിട്ടുള്ള ഉസ്താദ് ദിൽഷാദ് ഖാൻ ജിയാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളതായിട്ട്. മൂപ്പർക്കൊക്കെ താങ്കളെക്കുറിച്ച് പറയുമ്പോൾ വലിയ ബഹുമാനമാണ്. താങ്കൾ കുറേ ഫാൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ആ ഭാഗത്ത്? സംഗീതം നമ്മൾ സംഗീതത്തിന് ഭാഷയില്ല, ഭൂപരിധിയില്ല, ഭൂമിയില്ല, അതിർത്തിയില്ല. നമ്മൾ യാത്ര ചെയ്തിട്ടാണല്ലോ. യാത്രയാണ്. പല ഒരാളും കൂടെ വരാൻ വെമ്പുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെയും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. Pandit Ramesh Narayan ji is a long time friend of mine. He is not only a great artist and a great music director and a great composer, but also a great human being. He has a king size heart. I think he helped many musicians to flourish. I have performed many jugalbandis with him over the years and found him extremely soulful, a kind soul. And on the stage when we perform together, I think it's more of a love affair, not a real not normal jugalbandi. It is just a oneness of mind or sharing our musical souls. നല്ല നല്ല കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. പണ്ഡിറ്റ് റോണു മജുംദാർ, ഗ്രേറ്റസ്റ്റ് ഫ്ലൂട്ടിസ്റ്റ്, ഫൈനസ്റ്റ് ഫ്ലൂട്ടിസ്റ്റ് ഓഫ് ഇന്ത്യ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോഴാണ് തുടങ്ങിയത്? കുറേ വർഷങ്ങളായി. നമ്മുടെ ബന്ധങ്ങൾ ഒരു 5-8 വർഷമായി കാണും. ഒരുപാട് ജുഗൽബന്ദികൾ തമ്മിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് ടൂറിൽ നമ്മുടെ US കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹോൾ US പ്ലാൻ ചെയ്യാണ് ജുഗൽബന്ദി കോൺസേർട്സ്. അത് വളരെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഹാർട്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, സ്നേഹമുള്ള മനുഷ്യൻ, റെസ്പെക്റ്റ് ചെയ്യുന്ന മനുഷ്യൻ, സംഗീതത്തെ ബഹുമാനിക്കുന്ന മനുഷ്യൻ, ഗുഡ് ഹ്യൂമൻ ബീങ്, അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുമാരാണ് നോർത്ത്. രമേശ്, എനിക്കൊരൊറ്റ ചോദ്യം. അതായത് താങ്കൾ കൂത്തുപറമ്പ്, നമ്മുടെ ഈ നാട്ടിൽ, ഞാനും കണ്ണൂരുകാരനായതുകൊണ്ട് പറയാണ്, ഒരു പക്ഷേ ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു എക്സ്പോഷർ ഇല്ലാത്തൊരു നാടാണ് കൂത്തുപറമ്പ് പൊതുവേ. അവിടെയൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിൽ പോലും അവരൊക്കെ ആ ഭൂപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരു പക്ഷേ അങ്ങ് കെട്ടുപോവുകയാണ്. താങ്കൾക്ക് ഈ പൂനെയിലേക്കുള്ളൊരു പോക്കാണ് ഒരു പക്ഷേ രമേശ് നാരായണനെ സൃഷ്ടിച്ചത്. അല്ലായിരുന്നു നിങ്ങൾ അവിടെ അടിഞ്ഞേരി, അവിടെ വല്ല ഉത്സവപ്പറമ്പിലൊക്കെ ഒരു കച്ചേരിയൊക്കെ നടത്തി വേണമെങ്കിൽ അങ്ങ് കത്തി 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 അങ്ങ് നീറിയായിരുന്നു. ഏതൊരു കലാകാരനും മനസ്സിൽ ഫയർ വേണം, ഉള്ളിൽ തീ വേണം. ആ തീ കെടുമ്പോഴാണ് കലാകാരൻ അല്ലാതാവുന്നത്.
സംഭവം മനസ്സിലായല്ലോ. ഉള്ളിൽ ആ ഫയറാണോ താങ്കളെ പൂനെയിലേക്ക് എത്തിച്ചത്? ഡെഫിനറ്റ്ലി അത് ജനിക്കപ്പോൾ തന്നെ ഉണ്ടാവും. ഒരു കലാകാരനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ തീ കത്തുന്നുണ്ടാവും. പക്ഷേ ജ്യേഷ്ഠം വിളിച്ചില്ലായിരുന്നെങ്കിൽ താങ്കൾ പോകില്ലായിരുന്നല്ലോ. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഞാൻ പോയേനെ, ഒളിച്ചുകൂടിയേനെ, എങ്ങനെയെങ്കിലും പോയേനെ ചിലപ്പോൾ. പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ പണ്ട് മുതൽക്ക് ചേട്ടൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഹിന്ദുസ്ഥാൻ ഹാരിസ് മാസ്റ്റർ ഉണ്ട്, ഉസ്താദ് ഹാരിസ് മാസ്റ്റർ തബല വായിക്കുന്ന റോഷൻ്റെ അച്ഛൻ. ഇന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ കോൺസിഡൻ്റ് ആവാം. ഇന്ന് രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ മാരേജ് ഉണ്ട്, രമേഷ് ജി വരണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് വിളിച്ചു എന്നെ. അത് ചിലപ്പോൾ കോൺസിഡൻ്റ് ആവും. ഇന്നാണ് എൻ്റെ ഷൂട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ന് ഇവിടെ അദ്ദേഹത്തെ പറ്റി സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം തബല വായിക്കും, അദ്ദേഹം ഹാർമോണിയം വായിക്കും. അപ്പം ഞാൻ അന്ന് ഗിറ്റാർ വായിക്കും. എൻ്റെ ചേട്ടൻ രാധാകൃഷ്ണൻ മുൻഷിയിലുള്ള ആദ്യത്തെ മുസ്ലിമായിട്ട് ആക്ട് ചെയ്തതാണ്. ഇന്ന് എൻ്റെ നമ്മുടെ കൂടെ നമ്മളെ ജില്ലയിൽ. അപ്പോൾ ചേട്ടൻ തിരുവനന്തപുരത്തായിരുന്നു, ആയുർവേദ കോളേജ് പഠിച്ചിരുന്നു. ആ പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചു ഗിറ്റാർ എൻ്റെ കൈ കൊണ്ടു തന്നു. എന്നിട്ട് ഒരു ഡി മേജർ കോഡ് എനിക്ക് പറഞ്ഞു തന്നു. ആ ഡി മേജറാണ് എന്നെ ഇന്ന് മേജറാക്കിയത്. മൈനറായ താങ്കളെ മേജറാക്കിയതാണ്. പിന്നെ ആ മേജർ കോഡാണ് എന്നെ ഇന്ന് മേജറാക്കിയിട്ടുള്ളത്. അതിലൊരു നോട്ട് ഡൗട്ട്. സത്യം പറയാം, ആ ഗിറ്റാറിൽ കൂടെയാണ് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. അതിൽ ഗത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു തന്നത് ഹാരിസ് മാസ്റ്ററാണ്. ആ ഹാരിസ് മാസ്റ്ററിൻ്റെ ഫാമിലി ഖാദർ സാഹിബ്. ഖാദർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യയുടെ അച്ഛനാണ് ഖാദർ സാഹിബ്. അപ്പോൾ ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിന് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള. എൻ്റെ അച്ഛനുമായിട്ട് സതിർ പല സമയത്തും വീട്ടിൽ നവരാത്രി കാലങ്ങളിൽ സതിരായിരുന്നു ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ഭയങ്കര പാട്ടാണ് അന്നത്തെ കാലത്ത്. നമ്മുടെ വീട്ടിലാണ് എല്ലാവരും കൂടുന്നതെന്ന്. സംഗീതം അമ്മയും പാടും, അച്ഛനും പാടും. അമ്മയും ഹാർമോണിയം വായിച്ച് അങ്ങ് പാടും, അച്ഛനും 2 പാടും. അപ്പോൾ ഖാദർ സാഹിബ് വരും. പിന്നെ തലശ്ശേരി എന്നുള്ള പലരും ശങ്കരൻകുട്ടി മാരാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരും പെട്ടെന്ന്. ശങ്കരൻകുട്ടി മാരാറ് തബല വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരും. അദ്ദേഹത്തിൻ്റെ കൈ അമ്മ പറയാറുണ്ട്, വിരൽ ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ ഇദ്ദേഹം തബല വായിക്കുന്നതെന്ന് പറയാം അമ്മ. അന്ന് ശങ്കരൻകുട്ടി മാരാറ് തബല വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിരൽ ചെറിയ വളരെ തബലയ്ക്ക് പറ്റിയ. ആദ്യകാലത്ത് താങ്കൾക്ക് നൽകിയിട്ടുള്ള ഈ സംഗീതത്തിൻ്റെ ഊർജ്ജമാണ് താങ്കളെ പിന്നീട് വേറൊരു തരത്തിൽ. അന്നൊക്കെ എനിക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വരയുമായിരുന്നു ചെറുതായിട്ട്. എനിക്ക് ഇത് വരയുന്നൊരു ഭ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ. ഏതൊക്കെ പ്രാന്തുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ? അവളോട് ചോദിക്കട്ടെ, എന്തൊക്കെ പ്രാന്തുണ്ട്? വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ, മ്യൂസിക് മാത്രമായിട്ട്. മ്യൂസിക് മാത്രമേ. അപ്പോഴും ഞാൻ റേഡിയോയിൽ കേൾക്കുന്ന പഴയ മ്യൂസിക് കേൾക്കുമ്പോഴാണ്, ആ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ അന്ന് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. 70 കാലഘട്ടങ്ങളിലത്. 70s റേഡിയോ ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗസൽ അതേപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക് കേൾക്കുന്നത്. അപ്പോഴാണ് ഇത് എന്താണ് സംഭവം എന്ന് നമ്മൾ കേൾക്കുന്നത്. അന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരു എപ്പോഴോ ഒരിക്കൽ കേട്ടിട്ട് ഞാൻ പാടുന്നത്. എവിടെയോ അമ്പലപ്പറമ്പിലോ എവിടെയൊക്കെ പാടുമല്ലോ, ഗിറ്റാർ വായിച്ചിട്ട് പാടും. ഏതൊരു പാട്ടും പാടും. ദേവാ ദേവാ ദിവ്യദർശനം നൽകൂ എന്നതൊരു പാട്ട് പാടി പഴയ. ദൈവം മറഞ്ഞു നിന്നു ആ സ്നേഹ ഇങ്ങനെ ശുദ്ധ സാഹിബിലൊരു പാട്ടുണ്ടായിരുന്നു പഴയ. ഇത് പാടുമ്പോഴാണ് ഇദ്ദേഹം കേട്ടിട്ട് പറയുന്നത്, ഈ പയ്യൻ്റെ ശബ്ദം കൊള്ളാം, ഹിന്ദുസ്ഥാനി പഠിച്ചാൽ നന്നായിരിക്കുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു. ഈ ഒരു ഇൻസ്പിറേഷൻ എനിക്കത് ഹിന്ദുസ്ഥാനി പഠിച്ചാൽ കൊള്ളാമെന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്തൊരു സംഭവം ഉണ്ടല്ലോ, ഞാനൊന്ന് നോക്കാം. അതൊരു പ്രചോദനമാണ്. ഫസ്റ്റ് ഒരു ഹിന്ദുസ്ഥാനി പാട്ടുകാരനാണ് എൻ്റെ കർണാട്ടിക് പാടുന്ന എൻ്റെ ശബ്ദം കേട്ടിട്ട്. അന്ന് എനിക്ക് 16-18 വയസ്സ് കാണും. താങ്കളുടെ വൈഭവം തിരിച്ചറിഞ്ഞ അദ്ദേഹമാണ്. ആ ഒരു ശബ്ദ വീജിയുടെ പ്രത്യേകതകൾ ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് താങ്കളുടെ. ഡെഫിനറ്റ്ലി ആയിരിക്കാം. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പഠിക്കണം. പിന്നെ ഗിറ്റാർ വായിക്കും. ഗിറ്റാർ കുറച്ചുകൂടെ. സിത്താർ പഠിക്കാം. സിത്താർ ഭയങ്കര ഇൻസ്ട്രുമെൻ്റാണ്. എനിക്ക് എൻ്റെ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് സിത്താർ. അപ്പോൾ ഇത് കാണാനും ഭയങ്കര രസമാണ്. രവിശങ്കർജി കാണാനും അത് ഫിംഗറിങ് പോണതും ഭയങ്കര രസമാണ്. ഇതൊക്കെയാണ് അട്രാക്ഷൻ വരുന്നത് എനിക്ക്. അങ്ങനെ പൂനെയിൽ പോണു. എത്ര 10 വർഷക്കാലം അല്ലേ? 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പൂനെ. 10 വർഷം. ഏതോ മലയാള സിനിമയിൽ മധുശ്രീ ഓർമ്മയുണ്ട്, ഒരു മോഹൻലാലിൻ്റെ ഡയലോഗ്, ഒരാളുടെ മടകിലേക്ക് ചെന്നു ഞാൻ.
സിംഹത്തിന്റെ മടയിൽ. അച്ഛനെ കാണുമ്പോൾ ആ ഒരു ഓർമ്മ വരുന്നുണ്ടോ? ആ ഒരു ഡയലോഗ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇങ്ങനെ പറയാറുണ്ട്. കണ്ടോ, ഇതിങ്ങനെ പറയുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കെങ്ങനെ മനസ്സിലായി രമേശ് സാറാണ്. കണ്ടോ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, പല ചാരപ്പണി ചെയ്യുന്നുണ്ട് ഞാൻ. മനസ്സിൽ ഏത് പാട്ടാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മനസ്സിയുടെ മെഡൽ ഓഫ് പ്ലാങ്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? കുഞ്ഞിലെ ഞാൻ പഠിച്ചു തുടങ്ങിയ പാട്ട് തന്നെ, പറയാൻ മറന്ന പരിഭവങ്ങൾ. നമ്മുടെ പീട്ടിയുടെ പടത്തിലല്ലേ? പീട്ടി കുഞ്ഞമ്മദ് അതിനെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ തന്നെ മതിയാകാതെ വരും. നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് പഠിച്ചാൽ പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കേ സ്മരണകൾ തീരയായി പടരും ജലധിയായി, സ്മരണകൾ തീരയായി പടരും ജലധിയായി, പൊഴിയും നിലാവ് പോൽ വിവശനായി. പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കേ. ഇപ്പോഴും രമേശ് നാരായണനോട് ആൾക്കാർ പാടാൻ പറയുന്ന ഒരു 2-3 പാട്ടുകൾ ഒന്നതായിരിക്കും തീർച്ചയായിട്ടും അല്ലേ? ഈ വിഷ്വൽ കണ്ടപ്പോഴേ ഒരു കാര്യം, അതിന് മുമ്പ് ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ. Namaskaram. Ramesh Narayan. He is a unique musician who sings both Carnatic and the Hindustani Khayal style. And he has used this in his compositions brilliantly. Very melodic and very intricate and very interesting. I have worked with him a lot of times and it's been always a pleasure to sing his compositions. I wish him all the best, good health, a lot of musical exploits and God bless. ഹരിഹരനാണ് ആ പാട്ട് പാടിയത്. അതെ അതെ. എന്താണ് താങ്കൾക്ക് ഈ വിഷ്വൽ കണ്ടപ്പോൾ താങ്കൾക്ക് എന്ന് ഓർമ്മ? ഒന്നാമത് എൻ്റെ വിഷ്വൽ കണ്ടപ്പോൾ ഹേമ ഇരിക്കുന്നത് ഇയാൾ അകത്തുണ്ട്. ഓഹോ ഓ ആ, ഇയാളന്ന് ഉള്ളിലാണ്, പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ആ വിഷ്വലിൽ നോക്കിയിട്ട് ഇവിടെ പാടുകയാണ്. അതെ, അതാണ് എനിക്ക് ഒരു ഇത് തോന്നിയത് ആ വിഷ്വലിൽ. അത് മാത്രമല്ല, അവരുടെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റിൽ ആദ്യം പതിച്ചിട്ടുള്ളൊരു പാട്ടും അതാണ്, അച്ഛൻ്റെതായിട്ടുള്ളൊരു പാട്ട് അല്ലേ? ഏതൊരു പാതിരാത്രി അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ അവൾക്ക് അവാർഡ് കിട്ടിയ പാട്ടിനേക്കാൾ കൂടുതൽ അവൾ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഇതായിരിക്കുന്ന ഉറപ്പാണ്. ഉറപ്പല്ലേ? വരട്ടെ, ഒരാളെ കൂടെ ഈ സമയത്ത് കൊണ്ടുവരേണ്ട ഒരാളും കൂടെ ഉണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളുകളാണ് ബാബുരാജും ശരത്ചന്ദ്ര മറാഠി. 21ാം നൂറ്റാണ്ടിൽ അത് മുഖ്യധാരയിൽ ഏറ്റവും പ്രധാന സംഗീതമായിട്ട് മാറ്റിയതിൽ പണ്ഡിറ്റ് രമേശ് നാരായണന് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രമേശ് നാരായണനെ ഞാൻ പരിചയപ്പെടുന്നത് 90കളുടെ ആദ്യത്തിലാണ്. രമേശ് നാരായണനെ പറ്റി പറഞ്ഞു തരുന്നത് പ്രശസ്ത ചലച്ചിത്രകാരനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇങ്ങനെ ഒരാൾ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഗ്രിബ് എന്ന സിനിമയിൽ ആദ്യമായിട്ട് സംഗീതം സംവിധാനം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു രമേശ് നാരായണൻ്റെ ആദ്യത്തെ ചലച്ചിത്രം മഗ്രിബാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രമേശ് നാരായണൻ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഒരു ഇൻട്രോവർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇങ്ങനെ ഒരു എക്സിബിറ്റ് ചെയ്യുന്ന ഒരാളല്ല രമേശ് നാരായണൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രമേശ് നാരായണൻ ഇനിയും മലയാള സംഗീത ശാഖയിൽ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനിയിൽ ഇനിയും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിവുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും രമേശ് നാരായണൻ ഒരുപാട് കടന്നെടുക്കേണ്ടിയിരിക്കുന്നതാണ് പി ടി പറഞ്ഞത്. അല്ല, പി ടി ആണ് ആദ്യമായിട്ട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. കാര്യം ആദ്യ പടം 2 പടങ്ങളാണ് ഒരുമിച്ച് ഞാൻ ചെയ്തത്. ആദ്യത്തെ 93 ഇളയും മുള്ളും മഗ്രീബും. മഗ്രീബ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വാക്കുണ്ട്,
സാധാരണ സിനിമാക്കാർ വാക്ക് പാലിക്കാത്ത ആൾക്കാരാണ്. അദ്ദേഹം സിനിമാക്കാരനല്ല, അതുകൊണ്ടാണ് വാക്ക് പാലിച്ചത്. സിനിമയിൽ സിനിമാക്കാരനല്ലാത്ത ഒരാൾ. അദ്ദേഹം പിന്നെ 97 പഴയെടുക്കുമ്പോൾ രമേശ് നാരായണ ബാ ഞമ്മക്കൊരു പാട്ട് ചെയ്യാം, പാടൂ, ഇനി പാടോ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറ്റോ ഇയാൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെയാണ് പറയാൻ മറന്ന. നമുക്കൊരു കാര്യം ചെയ്യണം. അദ്ദേഹം തന്നെ പറഞ്ഞ ഈ പാട്ട് ഉണ്ടാവാനുള്ള പ്രധാന കാരണം പി ടി സാബ. ഇങ്ങനെ ഒരു പാട്ട്, കാരണം വ്യത്യസ്തമായൊരു പാട്ട് എനിക്ക് ചെയ്യണം. ഇത് ഏത് സിനിമാക്കാരനും പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ട്യൂൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വേറൊരു ട്യൂണിൽ ചെയ്തു. നമ്മൾ ഇതിൻ്റെ ഒരു കഥയുണ്ട് ഈ പാട്ടിൻ്റെ. ഈ പാട്ട് വേറൊരു ട്യൂണിൽ ചെയ്തു. ഏത് ട്യൂണിൽ ചെയ്തു ഓർമ്മയുണ്ട്? ആ ട്യൂണിലൊന്ന് പാടിക്കുന്നത്. പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കെ പറയാൻ മറന്ന പരിഭവങ്ങൾ, അങ്ങനെ ഒരു സംഭവമാണ്. ഈ ഒരു മൂഡിലാണ് ചെയ്തത്, ഈ ഒരു സ്കെയിലാണ് ചെയ്തത്. പിന്നെ അതവിടെ നിർത്തി, ഗുരുവായൂരിൽ വെച്ചാണ് ചെയ്തത്. അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വീട്ടിലെല്ലാവരും കൂടെ വീട്ടിൽ കയറി വന്നു ഒരു ദിവസം. ഞാൻ താമസിക്കുന്ന പഴയ ഒരു വാടക വീടുണ്ടായിരുന്നു. ശ്രീരാമേട്ടൻ പിന്നെ ഇതുവരെ ഒരു 5-8 പേര്. ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന് ഇത്രയും ആൾക്കാർ കയറി വരുമ്പോൾ ഒന്ന് ചെന്ന് ഞെട്ടിപ്പോവില്ല പെട്ടെന്ന്. കാര്യം നമ്മൾ ഒന്നുമില്ല, ഇരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല, കസേലകളൊന്നുമില്ല. നമ്മൾ താഴെ ഇരിക്കും, എല്ലാവരും കൂടെ ഒന്നുമില്ലല്ലോ വീട്ടിൽ, പേടിയുണ്ടാവില്ല. പെട്ടെന്നൊരു ആൾക്കാർ കയറി വരുമ്പോൾ പായൊക്കെ ഉള്ളൂ, കസേലയില്ല, ഒന്നും ഇരിക്കാൻ കൊടുക്കാൻ സ്ഥലമില്ല. പിന്നെ ഭാഗ്യത്തിന് പാലും ചായയൊക്കെ ഹേമ കരുതി വെച്ചിരുന്നു. അതൊക്കെ ഉണ്ട്. ഫോൺ പോലും ഇല്ല വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരാൾക്ക്. ഇപ്പോൾ വരണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ ഫോൺ പോലും ഇല്ല. അപ്പം അങ്ങനെ അതോ അങ്ങനെ കസേലകൾക്ക് നമുക്ക് എടുത്ത് വെക്കാമല്ലോ, അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ. അതും ഇല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു മോളെ, നീ മറക്കരുതത്. അതും കൂടി പറയാം. ഇതെല്ലാം വെങ്കാരത്തിൽ മക്കളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞ കേട്ടോ. അല്ലേ രമേഷ്, കറക്റ്റല്ലേ? ഓർക്കണം. അപ്പോൾ അത് കഴിഞ്ഞു ഇവിടെ. അപ്പോൾ പീറ്റി അപ്പോൾ ഈ സാധനം അപ്പോഴാണ് പാട്ട് നമുക്ക് 2-3 രാഗം പാടി. പറയാൻ മറന്ന് കേട്ടപ്പോൾ പി ടി പറഞ്ഞു, അപ്പോൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു, രമേശ് ഇത് പിടിച്ചോ ഇതെന്നെ മതി നമുക്ക്. പക്ഷെ പെട്ടി വെച്ചോണ്ടിരിക്കല്ലേ, കട്ടയുടെ പിടിച്ചോന്നാ ആ കട്ടയെന്ന് കൈയെടുക്കില്ലെന്ന്. ആ കട്ടയെന്ന് കൈയെടുക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അതെ പിടിച്ചേക്കാം, കട്ടയൊന്നും വിടുന്നില്ല. അപ്പോഴാണ് ജോഗ് രാഗമാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇത് മതിയെന്ന്. കാര്യം ഇദ്ദേഹത്തിന് സംഗീതം അറിയില്ല എന്ന് പറയും. ഈ പി ടി സാബ് കള്ളനാണ്. പി ടി കള്ളനാണെന്ന് എപ്പോഴാണ് മനസ്സിലായത്? പി ടി കള്ളനാണെന്ന് ഇദ്ദേഹം എനിക്കും മനസ്സിലായത് വെറുതെ അല്ല. അത് നിങ്ങൾ വേറെ എന്തായാലും പി ടി കള്ളനാത്ത ഒരാളെ കൊണ്ട് പറയത്തില്ലായിരുന്നു. സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാനത് തന്നെ ഉദ്ദേശിച്ചത്. സംഗീതത്തിന്റെ കാര്യത്തില് ഇങ്ങനെ കള്ളനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഗീതം മുഴുവൻ അറിയാം, കേട്ട് കഴിഞ്ഞാൽ ഉള്ള മനസ്സിലാവുന്നുണ്ട്. ഞാൻ നേരിട്ട് പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് പി ടി പറയും നിങ്ങൾ കള്ളനാട്ടോ, കാരണം നിങ്ങൾക്ക് സംഗീതം അറിയാം. ഞാനും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുത്ത പാട്ടാണെന്നറിയോ? ചിദാനന്തരൂപ ശിവോഹം ശിവോഹം നച പ്രാണസംജ്ഞോ. ശിവോഹം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഗുരുവായൂരിൽ പാടുമ്പോൾ ഇദ്ദേഹം വന്നിരിക്കും, വേറെ ഒന്നും കേൾക്കത്തില്ല. അവസാനം ഞാൻ പാടത്തുള്ളത് ഇത് വരുമ്പോഴും അങ്ങനെ എത്തുവാണ്. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര മ്യൂസിക് സെൻസുള്ള സാധനം, കണ്ടൻറ്റ് കൂടെയുള്ള സാധനം. ഈ രാഗം ദർബാരി കാനഡ, അതേപോലെ ഈ ബന്ദിഷ്. ഈ പാട്ട് നമുക്ക് പി ടിക്ക് വേണ്ടി ഒന്ന് പാടിക്കൊടുക്കണോ? ശിവോഹം കൊടുക്കണോ? പി ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏതായാലും പി ടിയെ കുറിച്ച് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. പി ടി മഹാ കളറാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, സംഗീതം നല്ലതുപോലെ അറിയാം, ഇത് നല്ല കേട്ടാറ്. അതുപോലെ തന്നെ കാര്യം പല പാട്ടുകൾ പല കാര്യങ്ങളും പി ടിക്ക് അറിയാം. ഈ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പഠിച്ച കളനാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ്. അതെൻ്റെ കഴിവെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കത്തില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ്.
അതെ, ഒരു സംവിധായകൻ്റെ ഒരു അതാണ് ആ അക്സെപ്റ്റ് ചെയ്യുന്ന ആ കാര്യം. കണ്ണോട് കണ്ണോരെന്നുള്ള പാട്ട് ഒരു മാസം ഈ പാട്ട് കൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. കാര്യം ഇത് എടുത്ത് വന്നിട്ട് എനിക്ക് ട്യൂണ് വരുന്നില്ല. സാധാരണ പാട്ട് സ്പോണ്ടേനിയസ്ലി ചെയ്ത പാട്ടുകളാണ് ബാക്കി എല്ലാ പാട്ടും PT-യുടെ. ഈ കണ്ണോട് കണ്ണോരെന്നുള്ള പാട്ട് ചെയ്യുമ്പോൾ മാത്രം എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നില്ല. കൂട്ടി വെച്ചു, ഇതും കൂട്ടി വെച്ചു, മറ്റേ അടച്ചു വെച്ചു. പിന്നെയും 4 തവണ ഇദ്ദേഹം ഇറങ്ങി വീട്ടിൽ വന്ന് തിരിച്ചു പോയി. 5ാമത്തെ ദിവസം തവണ വന്നു കഴിയുമ്പോൾ എനിക്കറിയാം ഇദ്ദേഹം എന്നെ വിട്ടിട്ട് വേറെ ആരെങ്കിലും വിളിക്കും. ഡെഫിനറ്റാണത്. PT സാബ് തീരുമാനിച്ച കാര്യമാണ്. പാട്ട് ശരിയാവുന്നില്ല എനിക്ക്. അവസാനം ഈ വരി എടുത്തിട്ട്, കാര്യം എനിക്ക് തൃപ്തിയാവുന്നില്ല. അതാണ് ഈ കമ്പോസ് ചെയ്തിട്ട് കണ്ണോട് കണ്ണൂർ ഞാൻ എങ്ങനെ എവിടെ പിടിക്കും, എവിടെ ഞാൻ ഇവിടെ ഏത് കട്ടയെ പിടിക്കുന്നതാണ് വരുന്നില്ല. അപ്പോൾ ഇരുന്നിട്ട് അതേപോലെ കണ്ണോട് ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇതേതാ രാഗം, ഇത് പിടിച്ചാൽ മതി കേട്ടാ, ഇതിന്റെ മുകളിൽ പിടിക്കുക. അപ്പോഴാണ് ഇത് അദ്ദേഹം അതാണ് കള്ളനാന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം അതാണ്. രണ്ടാമത് ഞാൻ പറയാം, ഇദ്ദേഹത്തിന് സംഗീതം അറിയാം, ഇദ്ദേഹം ഇത് ഉള്ളിൽ മൂടി വെക്കും. ഇതിന്റെ ഒരു അനക്കൊന്നും അറിഞ്ഞുകൂടാന്ന്. PT-ക്ക് വേണ്ടി നമ്മൾ ശിവോഹം പാടിക്കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ. ചിദാനന്തരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസഞ്ജ്ഞോ ന വൈ പഞ്ചവായുർന വാ സപ്തധാതുർന വാ പഞ്ചകോശ न वाक्पानिपादो न चोपस्तपायु चिदानन्तरूप शिवोऽहं शिवोऽहं चिदानन्तरूप शिवोऽहं 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 PT ഇലക്ഷൻ മത്സരിച്ചല്ലോ. ഇലക്ഷൻ മത്സരിച്ചപ്പോൾ PT-യെ കൊണ്ടുള്ള മുദ്രാവാക്യം എന്തായിരുന്നു അറിയോ? PT താമസിക്കണേ അറിയാലോ, രമേശ് സാറാണ് ആ വീട്ടിൽ പോയിട്ടുണ്ടോ? ആ സ്ഥലത്തിൻ്റെ പേര് പഞ്ചാരമുക്ക് എന്നാണ്. പഞ്ചാരമുക്കിലെ പഞ്ചാരക്കൂട്ടാന്ന് പറഞ്ഞിട്ടാണ് PT-നെ എടുത്തിട്ട് ആൾക്കാർ പഞ്ചാരമുക്കിലെ പഞ്ചാരക്കൂട്ട. നിങ്ങൾ PT-യുടെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അല്ലേ? ഞാൻ റെക്കോർഡ് ചെയ്തത് അന്നാണ്. അങ്ങനെ ഒരുപാട് പാതകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. PT-യുടെ ആദ്യത്തെ PT-യുടെ പരദേശി അല്ലേ? പരദേശിയിലാണ് ഞാൻ ജോൺ ബ്രിട്ടാസ് ആയിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ആയിട്ട് നിങ്ങൾ വിഷ്വലിൽ വരുന്നുണ്ട്. അതെ, ഞാനൊരു ആഗ്ര സബ്മിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ട്. അറിവേണ്ടല്ലോ അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത പടം അതിലാണ് മുഖം കാണിക്കുന്നത്. പിന്നീട് നിങ്ങൾ അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അതൊക്കെ വലിയ കഥയാണ്. ഇപ്പൊ ഞാൻ രമേശ് സാറാന്റെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. വരട്ടെ വരാണ്. ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും പ്രൊഫഷണൽ സിംഗേഴ്സാകുക എന്ന് പറയുന്നത് അപൂർവമാണ്. രമേശ് നാരായണൻ്റെ ഭാര്യ ഹേമ പാടും, മധുശ്രീ, മധുവന്തി, ഈ കുട്ടികളെല്ലാം നന്നായിട്ട് പാടും. ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് രമേശ്ജിയെ കാണുന്നത് ഓർമ്മയുണ്ടോ? അക്കാലത്ത് ഞാൻ സീരിയലിന്, രമേശ്ജി വരുന്ന കാലത്ത് സീരിയലിനൊക്കെ ട്യൂൺ ചെയ്ത് കൊടുക്കുമായിരുന്നു പാട്ടുകൾ. അപ്പോൾ എനിക്കൊരു സിത്താറിസ്റ്റ് വേണമായിരുന്നു എൻ്റെ ഒരു പാട്ടിന്. അപ്പോൾ രമേശ്ജിയാണ് ആരോ എന്നെ പരിചയപ്പെടുത്തി, ഇങ്ങനെ രമേശ് നാരായണൻ പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. രമേശ് അന്ന് സിത്താറാണ് വായിച്ചത്. പാട്ട് പാടുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഓർമ്മയുണ്ടോ എന്തോ അതൊക്കെ. ടീച്ചറെ ആദ്യകാലത്ത് സീരിയലിൽ ഒരുപാട് പറ്റിയല്ലേ?
97-ലാണ് ആദ്യം ഞാൻ മോഹങ്ങൾ എന്ന് പറഞ്ഞ സീരിയലിന് സംഗീതം ചെയ്യാനായിട്ട് ഞാൻ ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് CN ശ്രീവത്സൻ മുഖാന്തരമാണ് അദ്ദേഹം ഇന്നുണ്ട്, പിന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നതാണ് അദ്ദേഹം. ജ്വാലയായി എന്ന സീരിയലൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ്, ദൂരദർശനിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ത്രൂ ആണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. അല്ല ട്രിവാൻഡ്രത്തേക്കുള്ളവർ ഇല്ല. ഓ അത് ശരി, ഓരോ നിമിത്തങ്ങൾ അവിടെ വരുന്നുണ്ട്. അതാണ് നിമിത്തങ്ങൾ. അപ്പോഴാണ് ഞാൻ അത് രാജസേനാണ് പിന്നീട് ഡയറക്റ്റ് ചെയ്തത് ആ സീരിയൽ. അതിൽ MG ശ്രീകുമാറാണ് ആദ്യമായിട്ട് പാടിയത്. 2 സോങ് ഉണ്ടായിരുന്നു, തരംഗിണിയിൽ റെക്കോർഡ് ചെയ്തു. അന്നത്തെ തരംഗിണി, ഇന്ന് തരംഗിണി ഇല്ല. അന്ന് അവിടെ തരംഗിണിയിൽ റെക്കോർഡ് ചെയ്തു. ഇത് ആ സോങ് ഒക്കെ ഓർമ്മയുണ്ടോ? പൂന്തെന്നൽ തുടിത്താളം കൊട്ടി ഗ്രാമ ഹൃദയ സ്പന്ദനം പോൽ. ഇതാണ് പാട്ട്. മറന്നിട്ടില്ല? ഇല്ല, വന്ന വഴി മറന്നിട്ടില്ല. അതെങ്ങനെ മറക്കും? മീനാക്ഷി രാജമാതങ്കി ആ പ്രൊഫഷനെ കുറിച്ചൊന്നും മോളെ ചിന്തിക്കുന്നില്ലേ? എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെ പല പല ഇല്ല. ഒന്നുമില്ല. കുടുംബത്തിൽ എല്ലാവരും ചോദിക്കും എന്തിനാ ഇവൻ പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി പഠിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോണത്, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകണില്ല, വല്ല ജോലി എടുക്കാൻ പറയുന്നുണ്ട്, വല്ല ബാങ്കിലോ അവിടെ ഇവിടെയോ എന്തെങ്കിലും ടെസ്റ്റൊക്കെ എഴുതി ജോലി കിട്ടും. ഞാൻ പോയില്ല. വൈവിധ്യമാർന്ന തലങ്ങൾ മനസ്സിലാക്കട്ടെ. Young girl, don't cry. I'll be right here when your world starts to fall. കയ്യിലൊക്കെ മോതിരങ്ങളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു. മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടി പൊന്നന്വേഷിക്കണ്ട കേട്ടാ. എന്റെ കഴുത്തിലും കയ്യിലൊന്നും ഒന്നുമില്ല. സ്കോർ ചെയ്തു. അന്തരീക്ഷത്തെ മാറ്റിമറിക്കുകയും ചെയ്യുമ്പോൾ പലരും പണക്കിഴികൾ എറിയാറുണ്ട്. പറഞ്ഞു തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തു. അപ്പോൾ ഞാൻ ഗുരുജിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗുരു ഗൂഡ് ഹേ തോ ശിഷ്യ ചീനിയ. ഗുരുജി ശർക്കരയാണെങ്കിൽ ശിഷ്യന്മാര് പഞ്ചസാരയാണ്. അത് ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ വരിക. അപ്പൊ അത് മാക്സിമം എന്താണ് ആ പാട്ട് എന്നുള്ള കാര്യം അത് ഉൾക്കൊണ്ടിട്ട് പാടുമ്പോഴത്തേക്കും ആ ഒരു ഡെഡിക്കേഷൻ തനിയെ തന്നെ വരും. എൻ്റെ കയ്യിൽ തല്ലിപ്പൊളി ചെറിയ ക്യാമറ ആയിരുന്നു. അന്നത്തെ ഫോണുണ്ടല്ലോ, അന്ന് മറ്റേ ക്യാമറ ഇല്ലല്ലോ നമുക്ക്. അന്ന് ഫോണിൽ ക്യാമറ ഇല്ല, പെട്ടെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല.